Everyone, welcome to today's class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ള ജനറ്റിക് ക്രോസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓൾറെഡി മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോണോഹൈബ്രിഡ് ക്രോസിൽ ഒരു ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ എടുത്തിട്ടുള്ള എക്സാമ്പിൾ ക്രോസിംഗ് ബിറ്റ്വീൻ ടോൾഡ് റൗണ്ട് പീ പ്ലാന്റ് ആൻഡ് ഡ്വാർഫ് റിങ്കിൾഡ് പീ പ്ലാന്റ്. ഇവിടുത്തെ 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റെം ഹൈറ്റ് എന്നുള്ളതും സീഡ് ഷേപ്പ് എന്നുള്ളതുമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. സ്റ്റെം ഹൈറ്റിലെ 2 ട്രെയ്റ്റ്സ് ആണ് ടോളും ഡ്വാർഫും. അതേപോലെ സീഡ് ഷേപ്പിന്റെ 2 ട്രെയ്റ്റ്സ് ആണ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്. അപ്പൊ ഇവിടെ ഈ ഒരു ഹൈബ്രിഡില് ടോൾ എന്നുള്ള ക്യാരക്ടറും റൗണ്ട് എന്നുള്ള ക്യാരക്ടറും ഒന്നിച്ചാണ് കാണുന്നത്. ഈ ഒരു പാരന്റിനാണെങ്കിൽ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടറും റിങ്കിൾഡ് എന്ന് പറയുന്ന ക്യാരക്ടറും ഒന്നിച്ചാണ് കാണുന്നത്. ഇനി നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിൽ ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് പാരന്റ്സിന്റെ ഫീനോടൈപ്പ് എഴുതണം. അപ്പൊ ഇവിടെ ഒരു ക്യാരക്ടറിന് പകരം 2 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പൊ 2 ഫീനോടൈപ്പ് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. സ്റ്റെം ഹൈറ്റിലെ ഡോമിനന്റ് ക്യാരക്ടർ ആയിട്ടുള്ള ടോളും സീഡ് ഷേപ്പിലെ ഡോമിനന്റ് ക്യാരക്ടർ ആയിട്ടുള്ള റൗണ്ടും. സെക്കൻഡ് പാരന്റില് സ്റ്റെം ഹൈറ്റിന്റെ റെസസീവ് ആയിട്ടുള്ള ഡ്വാർഫും സീഡ് ഷേപ്പിലെ റെസസീവ് ആയിട്ടുള്ള റിങ്കിൾഡും. ഇതാണ് നമ്മുടെ 2 പാരന്റ്സിന്റെയും ഫീനോടൈപ്പ്. ഇനി ഫീനോടൈപ്പ് എഴുതിയ ഉടനെ തന്നെ അതിന്റെ താഴെ അതിന്റെ ജീനോടൈപ്പ് റെപ്രസെന്റ് ചെയ്യണം. ടോൾ എന്ന് പറയുന്നത് ഡോമിനന്റ് ക്യാരക്ടർ ആയതുകൊണ്ട് ഡോമിനന്റ് ലെറ്റർ ക്യാരക്ടറിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ എടുക്കുന്നു, ടി സെലക്ട് ചെയ്യുന്നു. അപ്പൊ ടോളിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതും. അതുപോലെ റൗണ്ട് എന്ന് പറയുന്നത് സീഡ് ഷേപ്പിലെ ഡോമിനന്റ് ക്യാരക്ടർ ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആർ സെലക്ട് ചെയ്യുന്നു. അപ്പൊ റൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ആർ എന്ന് എഴുതുന്നു. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡ്വാർഫ് എന്ന് പറയുന്നത് സ്റ്റെം ഹൈറ്റിലെ റെസസീവ് ക്യാരക്ടർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ടോൾ എന്ന് എടുത്ത സെയിം ലെറ്ററിന്റെ സ്മോൾ ലെറ്റേഴ്സ് ഇവിടെ എഴുതുന്നു, സ്മോൾ ടി. അതുപോലെ റിങ്കിൾഡ് എന്ന് പറയുന്നത് റൗണ്ടിന്റെ റെസസീവ് ക്യാരക്ടർ ആണ്. റൗണ്ടിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് എടുത്തത്. അപ്പൊ ഇവിടെ റിങ്കിൾഡിന് നമ്മൾ എന്തെടുക്കണം? സ്മോൾ ലെറ്റർ ആർ എടുക്കണം. അങ്ങനെ നമ്മുടെ 2 ജീനോടൈപ്പ് ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ that represents tall round plants. Small t, small r that represents a dwarf and wrinkled pea plant. അപ്പൊ പാരന്റ്സ് റെഡിയായി, അവരുടെ ജീനോടൈപ്പ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഗ്യാമീറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. ഗ്യാമീറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നമുക്കറിയാം. പാരന്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര അലീൽസ് ഉണ്ടോ അതിന്റെ ജസ്റ്റ് ഹാഫ് ആയിരിക്കും ഗ്യാമീറ്റ്സിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു പെയർ ഓഫ് ക്യാപിറ്റൽ ടി അലീൽസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ നിന്നും അതിന്റെ പകുതിയായിട്ടുള്ള ഒരു ലെറ്റർ, ഒരു ക്യാപിറ്റൽ ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ റൗണ്ടിൽ പെയർ ഓഫ് ആർ എന്ന് പറയുന്ന അലീൽസ് ആണുള്ളത്. അതിൽ നിന്നും ഒരു ക്യാപിറ്റൽ ആർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഗ്യാമീറ്റില് 2 ക്യാരക്ടേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന അലീൽസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2നും കൂടെ കോമൺ ആയിട്ട് എൻസർക്കിൾ ചെയ്യണം. ക്ലിയർ ആണല്ലോ? 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിൽ നിന്നും നമ്മൾ അതിന്റെ ജസ്റ്റ് ഹാഫ് നമ്പർ ഓഫ് അലീൽസ് സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2ഉം ഓരോ ലെറ്റർ വീതം കിട്ടും. ഒരു ഹൈബ്രിഡിൽ തന്നെയാണ് 2ഉം കാണുന്നത്, ഒരു ഗ്യാമീറ്റിൽ തന്നെയാണ് 2ഉം കാണുന്നത്. അപ്പൊ നമ്മൾ അതിനെ കോമൺ ആയിട്ട് എൻസർക്കിൾ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ റെസസീവ് അലീൽസ് പെയർ കാണാം. അപ്പൊ അതിൽ നിന്നും ഒരു സ്മോൾ ടി സെലക്ട് ചെയ്യുന്നു. അതുപോലെ റിങ്കിൾഡിന്റെയും പെയർ ഓഫ് സ്മോൾ ലെറ്റർ ആർ കാണാം. അതിൽ നിന്ന് ഒരു ആർ സെലക്ട് ചെയ്യുന്നു, കോമൺ ആയിട്ട് എൻസർക്കിൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഗ്യാമീറ്റ്സ് റെഡിയാണ്. ടോൾഡ് റൗണ്ട് എന്നുള്ള പാരന്റിൽ നിന്നും ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഗ്യാമീറ്റും ഡ്വാർഫ് റിങ്കിൾഡ് എന്ന് പറയുന്ന പീ പ്ലാന്റിൽ നിന്നും സ്മോൾ ടി, സ്മോൾ ആർ എന്ന് പറയുന്ന ഗ്യാമീറ്റും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് F1 ജനറേഷൻ കണ്ടുപിടിക്കണം, ഫിലിയൽ 1 ജനറേഷൻ കണ്ടുപിടിക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? 2 ഗ്യാമീറ്റ്സും കൂടെ നമ്മൾ ജോയിൻ ചെയ്താണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം മോണോഹൈബ്രിഡ് ക്രോസിലെ പോലെയല്ല. ഇവിടെ 2 അലീൽസ് ഒരു ഗ്യാമീറ്റിൽ കാണുന്നുണ്ട്. 2 ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അലീൽസ് 2 ഗ്യാമീറ്റ്സിലും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ചേർത്ത് എഴുതുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ റിലേറ്റഡ് ആയിട്ടുള്ള അലീൽസ് അടുപ്പിച്ച് എഴുതണം. അതായത് ഇവിടെ നമ്മൾ പാരന്റ്സിൽ എടുത്ത ഓർഡർ ശ്രദ്ധിക്കുക. സ്റ്റെം ഹൈറ്റും അതിനുശേഷം സീഡ് ഷേപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോഴും അതേ ഓർഡറിൽ വേണം അല്ലീൽസിനെ എഴുതാനായിട്ട്. അതായത് സ്റ്റെം ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലീൽസ് 2 സൈഡിൽ നിന്നും നമ്മൾ ഫസ്റ്റ് എടുത്ത് എഴുതാം.
ഈ ഗാമീറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് സ്റ്റെം ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലീൽ. അതേപോലെ ഈ ഗാമീറ്റിൽ സ്മോൾ ലെറ്റർ ടി ആണ് സ്റ്റെം ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലീൽ. അപ്പൊ ഇവിടുന്ന് ക്യാപിറ്റൽ ടിയും എഴുതി, ഇവിടെ നിന്ന് സ്മോൾ ടിയും എഴുതി. ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡ് ക്യാരക്ടർ നമ്മൾ കൊടുത്തിട്ടുള്ളത് സീഡ് ഷേപ്പിന്റെ അല്ലീലാണ്. അപ്പൊ ഈ ഒരു ഗാമീറ്റിൽ സീഡ് ഷേപ്പിന്റെ അല്ലീൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അത് ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. ഈ ഗാമീറ്റിൽ സ്മോൾ ലെറ്റർ ആർ ആണ് സീഡ് ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് എടുത്ത് എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതായത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. സ്റ്റെം ഹൈറ്റിന്റെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ കിട്ടി. അതേപോലെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇത് സീഡ് ഷേപ്പിന്റെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മറന്നു പോയിട്ടില്ലല്ലോ. ഒരു ഡോമിനന്റ് അല്ലീലും ഒരു റെസസീവ് അല്ലീലും വരുമ്പോഴാണ് നമ്മൾ അതിനെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയാം. ഒരേപോലെയുള്ള രണ്ട് അല്ലീൽസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹോമോസൈഗസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് F1 ജനറേഷനിൽ കിട്ടുന്നത് എല്ലാം തന്നെ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള യങ് വൺസ് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? F1 യങ് വണ്ണിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ഫീനോടൈപ്പ് എഴുതണം. അപ്പൊ നമുക്കറിയാം ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ ഡോമിനന്റ് ക്യാരക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യപ്പെടുക. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സ്പ്രസ് ദ ക്യാരക്ടർ ഓഫ് ക്യാപിറ്റൽ ടി, അതായത് ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഇവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടും. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ വരുമ്പോൾ ക്യാപിറ്റൽ ആറിന്റെ ക്യാരക്ടർ എന്താണോ അതാണ് എക്സിബിറ്റ് ചെയ്യുക. അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? റൗണ്ട് എന്ന് പറയുന്ന ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ യങ് വൺസും, ഫസ്റ്റ് ജനറേഷനിലെ എല്ലാ യങ് വൺസും ടോൾ എന്നുള്ള ക്യാരക്ടറും റൗണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറും ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക. അതായത് സ്റ്റെം ഹൈറ്റിലെ ടോൾ എന്ന് പറയുന്ന ട്രീറ്റും സീഡ് ഷേപ്പിലെ റൗണ്ട് എന്ന് പറയുന്ന ട്രീറ്റുമാണ് എല്ലാ F1 യങ് വൺസിലും എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? F1ലെ എല്ലാ യങ് വൺസും ടോൾ റൗണ്ട് ആവുമെന്ന് പറയാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? സെക്കൻഡ് ജനറേഷൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് ജനറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. രണ്ട് F1നെ തമ്മിൽ സെൽഫിങ് നടത്തുക. സെൽഫ് പോളിനേഷൻ ആണ് ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം F1ൽ എങ്ങനെയാണ് നമുക്ക് ജീനോടൈപ്പ് കിട്ടിയിട്ടുള്ളത്? ഹെറ്ററോസൈഗസ് ആണ് കിട്ടിയത്. അതായത് ടോൾ റൗണ്ട് പ്ലാന്റ്സ് ആണ് കിട്ടിയത് എല്ലാം തന്നെ. അപ്പൊ നമ്മൾ രണ്ട് ടോൾ റൗണ്ട് പ്ലാന്റ്സിന് തമ്മിൽ ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത് F2 ജനറേഷൻ കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഒരു പാരന്റ്. ഇനി വീണ്ടും അതേപോലത്തെ ഒരു പാരന്റും കൂടെ എഴുതുക. കാരണം എന്താണ്? സെൽഫിംഗ് ആണ്, സെൽഫ് പോളിനേഷൻ ആണ്. ഇപ്പൊ ഇപ്പുറത്തെ സൈഡിനും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് എഴുതുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നുള്ള ഗാമീറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പാരന്റിൽ നിന്ന് നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് കിട്ടും. ഇവിടെയും അതേപോലെ തന്നെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലീൽസ് ആർ ദേർ. സോ വി വിൽ ബി ഗെറ്റിംഗ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇവിടുത്തെ ഗാമീറ്റ്സ് കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്, തെറ്റിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കൊരു ഓർഡറിൽ അങ്ങ് സെലക്ട് ചെയ്യാം ഗാമീറ്റ്സിനെ. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എടുക്കുന്നു. സ്റ്റെം ഹൈറ്റിന്റെ ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ടി എടുത്തു. അതേപോലെ തന്നെ സീഡ് ഷേപ്പിന്റെ ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ആർ എടുത്തു. രണ്ടും കൂടെ ചേർത്ത് എഴുതി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. ഇനി ഈ ക്യാപിറ്റൽ ടി വെച്ചിട്ട് ഇപ്പുറത്ത് സീഡ് ഷേപ്പിന്റെ ഒരു അല്ലീലും കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ അത് എഴുതുന്നു. ഇനി സെക്കൻഡ് വൺ ആയിട്ട് ക്യാപിറ്റൽ ടി എഴുതി, സീഡ് ഷേപ്പിന്റെ സ്മോൾ ആർ എഴുതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ആർ കിട്ടി. അപ്പൊ ക്യാപിറ്റൽ ടി വെച്ചിട്ട് നമ്മൾ രണ്ട് ഗാമീറ്റ്സിന് ഉണ്ടാക്കി. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള സ്മോൾ ടിയിലേക്കാണ്. അതായത് റെസസീവ് അല്ലി. ഈ റെസസീവ് അല്ലി വെച്ചിട്ടും നമുക്ക് രണ്ട് ഗാമീറ്റ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഈ സ്മോൾ ലെറ്റർ ടി, ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നു. ഇനി അടുത്തത് ഈ സ്മോൾ ലെറ്റർ ടി, പിന്നെ ഈ സ്മോൾ ലെറ്റർ ആർ രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നു. അപ്പൊ ഇതേ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ക്യാപിറ്റൽ ടി ഇപ്പുറത്തുനിന്ന് ക്യാപിറ്റൽ ആറും എടുത്ത് ചേർത്ത് എഴുതുന്നു. വീണ്ടും ക്യാപിറ്റൽ ടി ഇപ്പുറത്തെ സ്മോൾ ആർ എടുത്ത് ചേർത്ത് എഴുതുന്നു. അപ്പൊ ക്യാപിറ്റൽ ടി വെച്ചിട്ടുള്ള 2 ഗാമീറ്റ്സ് കംപ്ലീറ്റ് ആയി. ഇനി സ്മോൾ ടി വെച്ച് തുടങ്ങാം. സ്മോൾ ടി ക്യാപിറ്റൽ ആർ, അതുപോലെ സ്മോൾ ടി സ്മോൾ ആർ. അപ്പൊ നമുക്ക് 4 ഡിഫറെന്റ് ഗാമീറ്റ്സ് കിട്ടി. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെയും എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് F2 ജനറേഷൻ കണ്ടുപിടിക്കാനുള്ള 4 ഗാമീറ്റ്സ് വീതം നമുക്ക് രണ്ട് പാരന്റിൽ നിന്നും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ലൈൻ ഇട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് സൈഡിലും 4 ഗാമീറ്റ്സ് വീതം ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ഇതിനെ നമ്മൾ പരസ്പരം ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എണ്ണം കിട്ടും? മൊത്തം 16 യങ് വൺസിന് കിട്ടും. അപ്പൊ ഒരിക്കലും നമുക്ക് ലൈൻ ഇട്ട് ക്രോസ് ചെയ്യുന്നത് ഇവിടെ പോസിബിൾ അല്ല. നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? പുന്നറ്റ് സ്ക്വയർ വരയ്ക്കണം. അപ്പൊ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുമ്പോൾ
രണ്ട് പാരന്റിൽ നിന്നും 4 ഗാമീറ്റ്സ് വീതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 റോസും 4 കോളംസും ഉള്ള ഒരു ടേബിൾ ആണ് വരയ്ക്കേണ്ടത്. പുന്നറ്റ് സ്ക്വയറിൽ നമുക്ക് മൊത്തം 16 കോളംസ് വേണം അല്ലെ, 16 മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് 4 കോളംസും 4 റോസും ഉള്ള ഒരു ടേബിൾ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, മെയിൽ ഗാമീറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗാമീറ്റ്സിനെ ഇതിന്റെ ഓരോന്നിന്റെയും മേലെയായിട്ട് എഴുതാം. ഫീമെയിൽ ഗാമീറ്റിൽ നിന്ന് കിട്ടിയതിനെ ഈ സൈഡിൽ എഴുതാം. നമ്മൾ ഓൾറെഡി മോണോ ഹൈബ്രിഡ് ക്രോസിൽ ചെയ്ത പോലെ തന്നെ അവിടെ മൊത്തം നമുക്ക് 4 കോളംസേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 16 കോളംസ് ഉണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ ഗാമീറ്റ്സിനെ എഴുതി. ഇനി എന്താ വേണ്ടത്, ഈ ഗാമീറ്റ്സിനെ തമ്മിൽ ചേർത്ത് എഴുതണം. ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ക്യാരക്ടറിന്റെ അലീൽസ് ഒന്നിച്ചെഴുതണം. നമ്മൾ ടോൾ എന്നും റൗണ്ട് എന്നും അല്ലെ, ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ ക്യാപിറ്റൽ ടി, അതായത് സ്റ്റെം ഹൈറ്റിന്റെ 2 ഡോമിനന്റ് അലീൽസ് ആണ് വരുന്നത്, രണ്ടും ചേർത്ത് എഴുതുന്നു. അതിനുശേഷം സീഡ് ഷേപ്പിന്റെ 2 അലീൽസ് ചേർത്ത് എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ എഴുതിയ ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ ഫീനോടൈപ്പും കൂടെ എഴുതാം. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. അപ്പൊ ടോൾ എന്നുള്ള ക്യാരക്ടർ അവിടെ എക്സിബിറ്റ് ചെയ്യപ്പെടും. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഡോമിനന്റ് ആയിട്ടുള്ള സീഡ് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ആണ്. അപ്പൊ റൗണ്ട് ഷേപ്പ് എക്സിബിറ്റ് ചെയ്യപ്പെടും. രണ്ടും ഡോമിനന്റ് ആയതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ ഒന്നും തന്നെ വരില്ല. 2 ഡോമിനന്റ് ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. രണ്ടാമത്തെ ഗാമീറ്റ്, ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആണ്, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചേർത്തിരുന്നത്, ക്യാപിറ്റൽ ടി രണ്ടും, അതായത് സ്റ്റെം ഹൈറ്റിന്റെ 2 അലീൽസ് ചേർത്ത് എഴുതുന്നു. അതിനുശേഷം സീഡ് ഷേപ്പിന്റെ ഇവിടെ ക്യാപിറ്റൽ ആറും ഇവിടെ സ്മോൾ ആറും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഴുതി. നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്ററും വരുമ്പോൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അപ്പൊ നമുക്കിവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. എന്തായിരിക്കും ഇതിന്റെ ഫീനോടൈപ്പ് വരിക, ക്യാപിറ്റൽ ടി എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്, അപ്പൊ ടോൾ വരും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ഇവിടെ ഹെറ്ററോസൈഗസ് ആണ്. ഹെറ്ററോസൈഗസ് ആവുമ്പോൾ ഡോമിനന്റ് ക്യാരക്ടർ തന്നെയാണ് അവിടെ എക്സിബിറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ആറിന്റെ ക്യാരക്ടർ ക്യാപിറ്റൽ ആർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റൗണ്ട് ഷേപ്പ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ടോൾ റൗണ്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോവാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറും സ്മോൾ ടി ക്യാപിറ്റൽ ആറും. അപ്പൊ ക്യാപിറ്റൽ ടി എഴുതി, ഇവിടുത്തെ സ്മോൾ ടി എഴുതി, ഇവിടുത്തെ ക്യാപിറ്റൽ ആർ എഴുതി, ഇവിടുത്തെ ക്യാപിറ്റൽ ആർ എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഫീനോടൈപ്പ് വരുന്നത്, ടോൾ ആയിരിക്കും. കാരണം ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. ക്യാപിറ്റൽ ടി റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ ടോള് എക്സിബിറ്റ് ചെയ്യപ്പെടും. ദെൻ ക്യാപിറ്റൽ ആർ അവിടെ ഡൗട്ടിന്റെ ആവശ്യമില്ല, രണ്ടും ഡോമിനന്റ് അലീൽസ് ആണ്. അപ്പൊ റൗണ്ട് ഷേപ്പ് എക്സിബിറ്റ് ചെയ്യപ്പെടും. ഇനി നാലാമത്തെ ക്യാപിറ്റൽ ടി, ഇവിടെ നിന്ന് സ്മോൾ ടി ചേർത്ത് എഴുതുന്നു. ക്യാപിറ്റൽ ആർ ഇവിടുത്തെ സ്മോൾ ആർ ചേർത്ത് എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഹെറ്ററോസൈഗസ് ആണ്, ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നതും ഹെറ്ററോസൈഗസ് ആണ്, റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് പോവാം. ഇവിടെ ക്യാപിറ്റൽ ടി ചേർത്ത് എഴുതുന്നു. ഇവിടെ സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ. ഒരു ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വരുമ്പോൾ ആദ്യം ക്യാപിറ്റൽ ആർ എഴുതുന്നു, പിന്നീട് സ്മോൾ ആർ എഴുതുന്നു. എന്തായിരിക്കും ഫീനോടൈപ്പ് വരിക, ക്യാപിറ്റൽ ടി റെപ്രസെന്റ്സ് ടോൾ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഹെറ്ററോസൈഗസ് ആയതുകൊണ്ട് റൗണ്ട് ഷേപ്പ്. ഇനി അടുത്തത് ക്യാപിറ്റൽ ടി, ഇവിടെയും ക്യാപിറ്റൽ ടി ചേർത്ത് എഴുതുന്നു. ഇവിടെ സ്മോൾ ആർ, ഇവിടെയും സ്മോൾ ആർ. അപ്പൊ 2 സ്മോൾ ആർ ചേർത്ത് എഴുതുന്നു. ക്യാപിറ്റൽ ടി ടോൾ ആയിരിക്കും. സ്മോൾ ആർ എന്ന് പറയുന്നത് രണ്ടും റെസസീവ് അലീൽസ് ആണ്. അപ്പൊ റിങ്കിൾഡ് ഷേപ്പ് ആയിരിക്കും ഇവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുക. അപ്പൊ ഈ കോളത്തിൽ നമ്മൾ കിട്ടുന്ന ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ടോൾ റിങ്കിൾഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ, ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി ചേർത്ത് എഴുതി. ഇവിടെ സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ. അപ്പൊ ക്യാപിറ്റൽ ആർ ഫസ്റ്റ് എഴുതി, പിന്നീട് സ്മോൾ ആർ എഴുതി. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ആണ്, ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഹെറ്ററോസൈഗസ് ആണ്, റൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി ചേർത്ത് എഴുതുന്നു. സ്മോൾ ആർ, ഇവിടെയും സ്മോൾ ആർ ചേർത്ത് എഴുതുന്നു. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്, ടോൾ എക്സിബിറ്റ് ചെയ്യപ്പെടും. ദെൻ രണ്ടും റെസസീവ് അലീൽസ് ആണ്, റിങ്കിൾഡ് ഷേപ്പ് എക്സ്പ്രസ് ചെയ്യപ്പെടും. അങ്ങനെ അടുത്ത ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് പോവാം. ഇവിടെ സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ടി. അപ്പൊ ക്യാപിറ്റൽ ടി ഫസ്റ്റ് എഴുതുന്നു, അതിനുശേഷം സ്മോൾ ടി എഴുതുന്നു. ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ, 2 ക്യാപിറ്റൽ ആർ അടുപ്പിച്ച് എഴുതുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെറ്ററോസൈഗസ് ആണ്, ടോൾ എക്സ്പ്രസ് ചെയ്യപ്പെടും. ക്യാപിറ്റൽ ആർ രണ്ടും ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ ആണ്, റൗണ്ട് ഷേപ്പ് എക്സ്പ്രസ് ചെയ്യപ്പെടും.
അടുത്തത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്യാപിറ്റൽ ടി എഴുതുന്നു, പിന്നീട് സ്മോൾ ടി എഴുതുന്നു. ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഴുതുന്നു. രണ്ട് ക്യാരക്ടേഴ്സിന്റെയും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പൊ രണ്ട് ഡോമിനന്റ് ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യപ്പെടും. അതായത് ടോളും റൗണ്ടും ആയിരിക്കും ഇവിടെ വരുന്ന ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് വൺ, ഇവിടെ സ്മോൾ ടി, ഇവിടെ സ്മോൾ ടി രണ്ടും ചേർത്ത് എഴുതി. ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെയും ക്യാപിറ്റൽ ആർ ചേർത്ത് എഴുതി. സ്മോൾ ടി എന്ന് പറയുന്നത് സ്റ്റെം ഹൈറ്റിന്റെ റെസസീവ് ട്രേറ്റ് ആണ്. അപ്പൊ ഡ്വാർഫ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി റൗണ്ട് ആണ്, റൗണ്ട് ഷേപ്പ് വരും. ഇനി ഇവിടെ സ്മോൾ ടി, ഇവിടെയും സ്മോൾ ടി ചേർത്ത് എഴുതുന്നു. ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ ചേർത്ത് എഴുതുന്നു. സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് റെസസീവ് ആണ്, ഡ്വാർഫ് എക്സിബിറ്റ് ചെയ്യപ്പെടും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഹെറ്ററോസൈഗസ് ആയതുകൊണ്ട് റൗണ്ട് ഷേപ്പ് വരും. ക്ലിയർ ആണല്ലോ. ദെൻ ലാസ്റ്റ് വണ്ണിലേക്ക് പോവാം. ഇവിടെ സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ടി. ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതി, പിന്നീട് സ്മോൾ എഴുതി. ദെൻ ഇവിടെ സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ. ആദ്യം ക്യാപിറ്റൽ ആർ എഴുതി, പിന്നീട് സ്മോൾ ആർ എഴുതി. ഇവിടെ രണ്ടും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പൊ ടോളും റൗണ്ടും ആയിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ടി. അപ്പൊ ആദ്യം ക്യാപിറ്റൽ ടി എഴുതുന്നു, പിന്നെ സ്മോൾ ടി എഴുതുന്നു. അടുത്തത് സ്മോൾ ആർ, ഇവിടെയും സ്മോൾ ആർ ചേർത്ത് എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഹെറ്ററോസൈഗസ് ആയതുകൊണ്ട് ടോള് കിട്ടും. രണ്ട് റെസസീവ് അല്ലീൽസ് ആയതുകൊണ്ട് റിങ്കിൾഡ് കിട്ടും. അടുത്തത് ഇവിടെ സ്മോൾ ടി ചേർത്ത് എഴുതുന്നു. ഇവിടെ സ്മോൾ ലെറ്റർ ആർ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആർ. അത് രണ്ടും ചേർത്ത് എഴുതുന്നു. ആദ്യത്തെ രണ്ട് റെസസീവ് ആയതുകൊണ്ട് റെസസീവ് കണ്ടീഷൻ ഡ്വാർഫ് എക്സിബിറ്റ് ചെയ്യപ്പെടും. അടുത്തത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് റൗണ്ട് ഷേപ്പ് എക്സിബിറ്റ് ചെയ്യപ്പെടും. ഇനി ഫൈനൽ സ്മോൾ ടി ചേർത്ത് എഴുതി. സ്മോൾ ആർ, ഇവിടെയും സ്മോൾ ലെറ്റർ ആർ, അതും ചേർത്ത് എഴുതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, രണ്ടും ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ആണ്. അപ്പൊ രണ്ട് റെസസീവ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഡ്വാർഫ് വരും, റിങ്കിൾഡ് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ F2 യങ് വൺസ്. നമുക്ക് 16 യങ് വൺസ് കിട്ടിയിട്ടുണ്ട്. കോളംസ് വരയ്ക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് മാറിപ്പോകാതെ തന്നെ എഴുതണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്ററും വരുന്ന സമയത്ത് ക്യാപിറ്റൽ അല്ലീൽ ഫസ്റ്റ് എഴുതുക, അതിനുശേഷം മാത്രം സ്മോൾ ലെറ്റർ അല്ലീൽ എഴുതുക. ഇനി ജീനോടൈപ്പ് കണ്ടുപിടിക്കാനൊക്കെ അറിയാം, ഫീനോടൈപ്പ് കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഹോമോസൈഗസ് കണ്ടീഷൻ വന്ന കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഡോമിനന്റ് ട്രേറ്റ് എക്സിബിറ്റ് ചെയ്യപ്പെടും. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വന്നാലും ഡോമിനന്റ് ട്രേറ്റ് തന്നെ എക്സിബിറ്റ് ചെയ്യപ്പെടും. പിന്നെ റെസസീവ് കണ്ടീഷൻ ആണെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് വന്നാലാണ് റെസസീവ് കണ്ടീഷൻ എക്സിബിറ്റ് ചെയ്യപ്പെടുക. നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ചെയ്ത അതുപോലെ തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഫീനോടിപ്പിക് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഈ 16 യങ് വൺസിൽ നമുക്ക് 4 ഫീനോടൈപ്സ് ആണ് കാണാൻ പറ്റുക. ഏതൊക്കെയാണ് 4 ഫീനോടൈപ്സ് എന്ന് പറയുന്നത്? ടോൾ റൗണ്ട് യങ് വൺസിനെ കാണാം, ടോൾ റിങ്കിൾഡ് യങ് വൺസിനെ കാണാം, ഡ്വാർഫ് റൗണ്ട് യങ് വൺസിനെ കാണാം, ഡ്വാർഫ് റിങ്കിൾഡ് യങ് വൺസിനെ കാണാം. ഇങ്ങനെ 4 ഫീനോടൈപ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഏതൊക്കെയാണ്? ടോൾ റൗണ്ട്, ടോൾ റിങ്കിൾഡ്, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റിങ്കിൾഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ ഓരോ ടൈപ്പും എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. ടോൾ റൗണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 എഴുതി. ടോൾ റിങ്കിൾഡ് 1 2 3 എഴുതി. ഡ്വാർഫ് റൗണ്ട് 1 2 3 എഴുതി. ഇനി ഡ്വാർഫ് റിങ്കിൾഡ് ഒരെണ്ണം. ടോട്ടൽ 16 ആണ്. അപ്പൊ 9 + 3 + 3 + 1 16 ആയി. അപ്പൊ ഫീനോടിപ്പിക് റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? ടോൾ റൗണ്ട് 9, ടോൾ റിങ്കിൾഡ് 3, ഡ്വാർഫ് റൗണ്ട് 3, ഡ്വാർഫ് റിങ്കിൾഡ് 1. അപ്പൊ എത്രയാണ് ഫീനോടിപ്പിക് റേഷ്യോ വരിക? 9:3:3:1. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. മോണോ ഹൈബ്രിഡ് ക്രോസിൽ എത്രയായിരുന്നു ഫീനോടിപ്പിക് റേഷ്യോ എന്ന് ഓർമ്മയുണ്ടോ? 3:1 ആയിരുന്നു. അവിടെ ജീനോടിപ്പിക് റേഷ്യോ 1:2:1 ആയിരുന്നു. ഇവിടെ നമ്മൾ ജീനോടിപ്പിക് റേഷ്യോ കണ്ടുപിടിക്കുന്നില്ല. കാരണം ഒരു ടോൾ റൗണ്ട് എന്നുള്ള ക്യാരക്ടർ എടുത്താൽ തന്നെ നമുക്ക് പല ജീനോടൈപ്സ് കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഫീനോടിപ്പിക് റേഷ്യോ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് 9:3:3:1. ഇത് ഇത്രയാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
മനസ്സിലാവാത്തൊരു വീഡിയോ ആദ്യം മുതൽ ഒന്നും കൂടെ കാണാം, സ്റ്റെപ്പായിട്ട് കാണാം. വീഡിയോ കാണുമ്പോൾ തന്നെ എഴുതുകയും കൂടെ ചെയ്യാം, നോട്ടിൽ എഴുതുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്ത് അതേപോലെ തന്നെ അവിടെ ഒരു ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ ഇവിടെ 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നേരത്തെ പറഞ്ഞ മോണോഹൈബ്രിഡ് ക്രോസിൽ പറഞ്ഞ സെയിം റൂൾസ് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇതിന്റെ ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ലൈഡിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നിച്ചിത് നോക്കിയിട്ട് നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പാരന്റ്സിനെ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്യാമീറ്റ്സ് എൻസർക്കിൾ ചെയ്യാനായിട്ട് മറക്കരുത്. F1 ജനറേഷനിലെ ഹെറ്ററോസൈഗസ് ആയിരിക്കും കിട്ടുന്നത്, അതിന്റെ ബ്രാക്കറ്റിൽ ഫീനോടൈപ്പ് എഴുതാനായിട്ട് മറന്നു പോകരുത്. F2 ജനറേഷൻ കണ്ടുപിടിക്കാനായിട്ട് 2 F1നെ സെൽഫിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. ഓരോ പാരന്റിന് താഴെയും അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാമീറ്റ്സ് എഴുതുക. 2 സൈഡിലും ഒരേപോലെ തന്നെയാണ് ഗ്യാമീറ്റ്സ് കിട്ടുക. 4 ഡിഫറെന്റ് അല്ലീൽസ് പാരന്റിൽ ഉള്ളത് കൊണ്ട് 4 ഡിഫറെന്റ് ഗ്യാമീറ്റ്സ് 2 സൈഡിലും കിട്ടും. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ എടുത്തു പോയാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരില്ല. അതിനുശേഷം നമ്മൾ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്നു. കറക്റ്റ് ആയിട്ട് നോക്കി എഴുതുന്നു. ഓരോ ജീനോടൈപ്പും എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ തന്നെ അതിന്റെ ഫീനോടൈപ്പ് എഴുതുക. അതിനുശേഷം ഓരോ ഫീനോടൈപ്പും എത്ര എണ്ണം കിട്ടിയെന്ന് കൗണ്ട് ചെയ്യുക. അതിനുശേഷം ഫീനോടൈപ്പിക് റേഷ്യോ എഴുതുക. 9:3:3:1 എന്ന് കിട്ടണം. എന്തെങ്കിലും ഒരു നമ്പർ വ്യത്യാസം വന്നാൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ചെക്ക് ചെയ്യുക, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡൈഹൈബ്രിഡ് ക്രോസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ നോട്ട്ബുക്ക് എടുത്തിട്ട് കൂടെ ചെയ്തു നോക്കാം. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.